ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോൾ മികച്ച കപ്പിൾസ് ആയിരുന്നു അനീഷും അനുമോളും. അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് വലിയ രീതിയിലുള്ള ഓഡിയൻസിനെല്ലാം തന്നെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഏതായാലും അനുമോൾ ജയിച്ചതിന് ശേഷം അനീഷും അനുമോളും ഒന്നിച്ചിതുവരെ വന്നില്ലല്ലോ എന്നും അനീഷിനെ വിളിച്ചു എന്നുമെല്ലാമുള്ള ചോദ്യത്തിന് അനുമോൾ ഒന്നും തന്നെ മറുപടി നൽകിയിരുന്നില്ല. ഇരുവരെയും ഒന്നിച്ചു കാണാനായി ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് മുൻപിലേക്കാണ് അനീഷും അനുമോളും ഇപ്പോൾ ഒന്നിച്ചെത്തിയിരിക്കുന്നത്. പൊതുവെ ബിഗ് ബോസ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾക്ക് എല്ലാവരും ഒന്നിച്ചു കൂടാറുണ്ട്. അത്തരത്തിൽ ഒന്നിച്ചു കൂടിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അനുമോളുടെ കൂടെ അനീഷിനെ കണ്ടപ്പോൾ തന്നെ പകുതി പ്രേക്ഷകർക്കും സന്തോഷമായി എന്ന് വേണം പറയാൻ. സ്റ്റാർ സിംഗറിൻ്റെ റീലോഡഡ് പരിപാടിക്കാണ് അനുമോളും അനീഷും ഷാനവാസും നൂറയും നെവിനും അക്ബറും എല്ലാം ഒന്നിച്ച് ടോപ്പ് 6 എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ആദില ഉണ്ടായിരുന്നില്ല, എല്ലാവരും എത്തിയിട്ടുണ്ട്. അനുമോളുടെ സ്റ്റാർ മാജിക് ടീം എല്ലാം അവിടെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഡാൻസ് മാസ്റ്ററെ കണ്ടപ്പോൾ അനുമോൾ ഓടിച്ചെല്ലുന്നത്. എന്തായാലും എല്ലാവരും അനുമോളെ കാത്തിരിക്കുകയാണ്. വിന്നർ ആയതുകൊണ്ട് തന്നെ അനുമോൾക്ക് സ്പെഷ്യലായിട്ടുള്ള സ്വീകരണങ്ങളുണ്ട് എന്നാണ് എന്തൊക്കെയാണെന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ഏതായാലും സ്റ്റാർ സിംഗറിൻ്റെ റീലോഡഡ് ഗംഭീരമാകുമെന്ന് ഉറപ്പായി. ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കിടയിൽ വെച്ച് സഹമത്സരാർത്ഥിയായ അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തതും ആ വിവാഹ അഭ്യർത്ഥന അനുമോൾ നിരസിച്ചതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് അനുമോൾ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. വിവാഹാഭ്യർത്ഥന അനീഷേട്ടൻ്റെ ഗെയിമാണോ എന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഒരാളോട് ഇഷ്ടം തോന്നുക, അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നി. തമാശയ്ക്ക് കാണിച്ച കാര്യങ്ങൾ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ആങ്ങള പെങ്ങൾ എന്ന് പറയുന്നുണ്ട്. അനീഷേട്ടൻ ഇനി സീരിയസ് ആയിട്ടാണ് പ്രപ്പോസ് ചെയ്തതെങ്കിലും ഞാൻ നോ എന്നേ പറയൂ. ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല. നല്ലതെന്ന് പറഞ്ഞ് നല്ല എല്ലാവരെയും കല്യാണം കഴിക്കാൻ നമുക്ക് പറ്റുമോ? എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഇനി വീട്ടിൽ വന്ന് ചോദിച്ചാലും എനിക്ക് പറ്റില്ല. അനീഷേട്ടൻ നല്ലൊരു ക്യാരക്ടറാണ്, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടാണ്. എനിക്കും ആഗ്രഹങ്ങളില്ലേ. അവിടെ വെച്ച് അനീഷിനോടും അനുമോളോടും വിവാഹകാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇരുവരോടും സെപ്പറേറ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അനുമോളോട് ചോദിച്ച സമയത്ത് അനുമോൾ പറഞ്ഞത് എൻ്റെ വിവാഹം 2 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ടാകൂ എന്നാണ്. എന്നാൽ അനീഷിനോട് ചോദിച്ച സമയത്ത് പറഞ്ഞിരിക്കുന്നത് അനീഷ് ഉടനെ തന്നെ വിവാഹം കഴിക്കും എന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വഴിയെ അറിയിക്കാം എന്നുമാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. അനീഷും അനുമോളും ഒരുമിച്ചെത്തിയപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇരുവരും തമ്മിൽ ആ സൗഹൃദം തുടർന്നു പോകണമെന്നാണ് പ്രേക്ഷകർ. ബിഗ് ബോസിന് ശേഷം അനീഷും അനുമോളും ഒരുമിച്ചെത്തുന്ന ആദ്യ പ്രോഗ്രാമാണിത്. നൂറയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെങ്കിലും അനീഷ്, അനുമോൾ, ഷാനവാസ് തുടങ്ങിയവരാരും തന്നെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നൊന്നും താരങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഇപ്പോഴിതാ എല്ലാവരും ഒന്നിച്ചു ചേർന്നത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ ഒരുപാട് സന്തോഷമായി. പ്രത്യേകിച്ചും അനീഷും അനുമോളും ബിഗ് ബോസിന് ശേഷം ആദ്യമായിട്ടാണ് വീണ്ടും ഒരുമിച്ചെത്തുന്നത്. അതിൻ്റെ സന്തോഷവും പ്രേക്ഷകർക്കുണ്ട്. ഇരുവരും ഒരുമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഇരുവർക്കും ഒന്നിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരാണ് കൂടുതലുമുള്ളത്. എന്നാൽ അനുമോൾ അനീഷിനെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്.